പല്ലിൻ്റെ കാര്യത്തിൽ മനുഷ്യന് ഒരിക്കൽ മാത്രമാണ്, 2 പ്രാവശ്യമുണ്ട്. ചെറുപ്പത്തിലുണ്ടാകുന്ന പല്ലുകൾ പോയിട്ട് പിന്നെ ഒരു പല്ല് വരും. ആ പല്ല് വന്നു കഴിഞ്ഞാൽ അത് കൂടെ കൊണ്ട് നടക്കണം. പല്ലിന് ഏറ്റവും കൂടുതൽ കേടുണ്ടാക്കുന്നത് എന്താണ്? നാക്ക്, വായിലെ നാക്ക്. വായിലെ നാക്ക് ശരിയല്ല എങ്കിൽ പല്ല് താഴെ കിടക്കും. രണ്ടാമത്തത് പഞ്ചസാര. പല്ലിനെ നശിപ്പിക്കുന്നത് കൃത്രിമ ഭക്ഷണ സാധനങ്ങൾ. അതിൽ പ്രമുഖ സ്ഥാനത്ത് പഞ്ചസാര, മൈദ, ചാരായം, വറുത്തത് മൊരിച്ചത്, ഈ വക സാധനങ്ങൾ, കോള. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കോളയിലൊരു പല്ലിട്ട് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പല്ല് കാണുകയില്ല, പല്ല് ദ്രവിച്ചു പോയിരിക്കും. അത്രയ്ക്ക് കെമിക്കലുകളാണ് അതിലുള്ളത്. അപ്പോൾ പല്ലിൻ്റെ ആരോഗ്യം കടിച്ച് ചവച്ച് പറിച്ച് തിന്നുമ്പോഴാണ്. ഇപ്പോൾ കുട്ടികൾ ചെറുപ്പകാലത്ത് തന്നെ കരിമ്പ് കടിച്ച് പറിച്ച് തിന്നുക, പിന്നെ വേറൊന്നുണ്ടല്ലോ വാഴക്കൊമ്പ് പോലെ ചോളം. അപ്പം അത് ഇടയ്ക്ക് നമ്മൾ കടിച്ച് പറിച്ച് തിന്നണം. കുറേ കാലമായിട്ട് നമ്മുടെ തീറ്റ കടിച്ച് പല്ലിൻ്റെ ആവശ്യമില്ലാത്ത ഭക്ഷണമൊക്കെ നമുക്കുള്ളൂ. പഞ്ചസാര തിന്നാൽ പല്ല് പോവും. എങ്ങനെയാണ് പല്ല് പോകണത്? പഞ്ചസാരയ്ക്ക് കാൽഷ്യം കിട്ടണം ദഹനം നടക്കണമെങ്കിൽ. അതെവിടെ നിന്ന് കിട്ടും? പല്ലിൽ നിന്ന് എല്ലിൽ നിന്നും വലിച്ചെടുക്കും. എല്ലിൽ നിന്ന് വലിച്ചെടുക്കുന്നതിന് മുമ്പ് ശരീരം പല്ലിൽ നിന്ന് വലിച്ചെടുക്കും. കാരണം ഇവൻ തിന്നണത് ഇവന് തിന്നാൻ ഒന്നാമത്തെ ഇവന് തിന്നാനായിട്ട് പല്ലിൻ്റെ ആവശ്യമില്ല. പഞ്ചസാര ചേർന്ന ബേക്കറി സാധനം തിന്നാൻ പല്ലിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തത് ഈ പല്ലിരിക്കുന്നിടത്തോളം ഇവൻ വേണ്ടാത്തത് മുഴുവൻ തിന്നുകൊണ്ടിരിക്കും. എൻ്റെ പല്ലങ്ങട് കളഞ്ഞാൽ പിന്നെ തീറ്റ നിറഞ്ഞോളുമല്ലോ. പല്ല് കളഞ്ഞാൽ വേറെ കൃത്രിമ പല്ല് ഒഴിപ്പിച്ചിട്ട് ഇരട്ടി തിന്നുമെന്നുള്ളത് ശരീരത്തിന് അറിഞ്ഞോളല്ലോ. ഇങ്ങനെയുള്ള വിക്രിയ മനുഷ്യൻ ചെയ്യാൻ തുടങ്ങിയാൽ എന്താ ചെയ്യുക? അപ്പോൾ പഞ്ചസാര, മൈദ, വനസ്പതി, ബേക്കറി സാധനങ്ങൾ, അതുപോലെ ചൂട് കൂടിയ സാധനം, തണുപ്പ് കൂടിയ സാധനം, ഇതൊന്നും പല്ലിന് പാടില്ല, പല്ലിന് ഇഷ്ടമല്ല. ശരീരത്തിൻ്റെ ഒരു ചൂടിനനുസരിച്ചുള്ള ചൂടേ പാടുള്ളൂ. അപ്പോൾ കൂടിയ ചൂടിലും പാടില്ല, കൂടിയ തണുപ്പിലും പാടില്ല, ചൂടും തണുപ്പും ഇടകലർന്ന് പാടില്ല. അങ്ങനെ കുറച്ച് നിയമങ്ങൾ പല്ലിനുണ്ട്. അതേപോലെ നന്നായിട്ട് കടിച്ച് ചവച്ചരച്ച് പണിയെടുക്കുന്ന പല്ലുകൾ മാത്രമേ ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളൂ. സ്ഥിരമായിട്ട് അങ്ങനെ നാക്കുകൊണ്ട് നിന്ന് വലിയ അവസ്ഥയിലാണ്ട് പല്ലൊക്കെ പോകും. കോഴിക്കാലെങ്കിലും കടിച്ചു പറിക്കണം. അതെങ്കിലും കടിച്ചു പറിക്കുക. പിന്നെ കടിച്ചു പറിക്കാനില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇനി കോഴിക്കാലം എത്ര കടിച്ചു പറിക്കാനുണ്ട്? ഒക്കെ പഞ്ഞി പോലെ ഇരിക്കുക, സ്പോഞ്ച് പോലെ ഇരിക്കുക. പേരയ്ക്ക, അങ്ങനെയുള്ള സാധനങ്ങൾ കടിച്ചു പറിച്ച് നമ്മൾ കഴിക്കണം. പച്ചക്കറികൾ നമ്മൾ സാലഡ് കഴിക്കുമ്പോൾ കടിച്ചേ വെച്ച് അതിനിടയ്ക്ക് കപ്പലണ്ടി അതൊക്കെ ആയിട്ട് കഴിക്കാനുണ്ടാവണം. തേങ്ങ, അതെ, ഏറ്റവും ആരോഗ്യകരമായിട്ട് ചെയ്യാവുന്ന ഒരു പല്ലിന് എക്സസൈസുമായി ശരീരത്തിന് ഗുണവുമായി തേങ്ങ. ട്രീറ്റ്മെൻറ്റ് ടൈമിൽ ഒന്നുള്ളത്, കഴിക്കാവുന്ന ധാരാളം സാധനങ്ങളുണ്ട്, കഴിക്കാൻ പാടില്ലാത്തതുമുണ്ട്. കഴിക്കാവുന്ന എല്ലാ സാധനങ്ങളും കൂടെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ അങ്ങനെ കിട്ടിയെന്ന് വരില്ല. ഒരു ചെറിയ റേഞ്ചിൽ മാത്രമേ അങ്ങ് പോവുകയുള്ളൂ. കാരണം എല്ലാ സാധനവും എല്ലാ പേഷ്യൻറ്റിനും ചേർന്നൊന്നും വരില്ല. അപ്പോൾ അത്രയും ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് നമ്മളങ്ങനെ പൊതുവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാമോ ഇല്ല എന്നുള്ളതാണ് പിന്നെ നോക്കുന്നത്. ഇപ്പോൾ പൈൽസ് ഉള്ള പ്രമേഹത്തിൻ്റെ സ്വയം ചികിത്സ എന്ന പുസ്തകം ഇപ്പോൾ 10ാമത്തെ പതിപ്പാണ്. അനേകം ആളുകൾ ഈ പുസ്തകം വായിച്ച് അവരുടെ പ്രമേഹം മാറ്റിയെടുത്തിട്ടുണ്ട്. വെറും 150 രൂപ കൊണ്ട് നിങ്ങൾക്ക് പ്രമേഹം മാറ്റിയെടുക്കാം. ഓരോ മാസവും നിങ്ങൾ ആയിരങ്ങളല്ലേ പ്രമേഹ മരുന്നിന് ചികിത്സയ്ക്ക് നൽകി കൂടുതൽ ശരീരത്തെ മോശമാക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം ഒന്ന് വായിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പ്രകൃതി രീതികളെ ശരിയെന്ന് മനസ്സിലാക്കാൻ കൂടെ നിങ്ങൾക്കതിൽ സാധിക്കും. പുസ്തകം ആവശ്യമുള്ള സുഹൃത്തുക്കൾ 9496044503 അതിലേക്കൊരു വാട്സപ്പ് മെസ്സേജ് അഡ്രസ്സ് അയക്കുക. അതേപോലെ തന്നെ ഓൺലൈനായിട്ടും പുസ്തകങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കും. തപാലിൽ അയക്കുന്നുണ്ട്. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാമോ ഇല്ല എന്നുള്ളതാണ് പിന്നെ നോക്കുന്നത്. ഇപ്പോൾ പൈൽസ് ഉള്ള രോഗിയാണെങ്കിൽ നമ്മൾ കപ്പലണ്ടി, കശുവണ്ടി പരിപ്പ് എല്ലാം ഒന്നിച്ച് കട്ട് ചെയ്യും, വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ അങ്ങനെ ഓരോ രോഗിയെ നോക്കിയിട്ട് ചില സാധനങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് പല്ലിനൊന്ന് വെയിൽ കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ്. വെയിലത്തിരിക്കുമ്പോൾ
പല്ലൊക്കെ വെയിൽ കാണിക്കുക. നാട്ടുകാരെ അവരെ പല്ലിടിച്ച് കാണിക്കുകയെന്ന് കരുതിയിട്ട് പിന്നെ പോലീസ് പരാതിയൊന്നും വന്നേക്കരുത്. മാനസിക രോഗിയാണെന്ന് പറയും. അടുത്ത വീട്ടിലെ ചേച്ചിയോ അല്ല അവരെ നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ട് എന്നെ പറഞ്ഞേക്കരുത്. ഉപവാസവും പല്ലിന് വളരെ നല്ലതാണ്. പച്ചവെള്ളം 5 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കുക. 3 ലിറ്റർ തുടങ്ങി ഒരു 6 ലിറ്റർ വരെയൊക്കെ വെള്ളം കുടിക്കുന്ന ഉപവാസമുണ്ട്. 21 ദിവസമൊക്കെ വെച്ചാൽ പല്ലിൻ്റെ കറകളും എല്ലാം മാറി പല്ല് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വരും. പല്ല് തേയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നല്ലൊരു ശതമാനവും പല്ലിനെ നശിപ്പിക്കുന്നുണ്ട്. ആദ്യം ടൂത്ത് പേസ്റ്റ് കമ്പനിക്കാർ പറഞ്ഞു ഫ്ലൂറൈഡ് ചേർത്ത പേസ്റ്റാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ പറയുകയാണ് ഫ്ലൂറൈഡ് അപകടമാണ്, ഫ്ലൂറൈഡ് ഇല്ലാത്ത പേസ്റ്റാണ് ഞങ്ങളുടെ എന്നാണ് പറയണത്. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു കാർബൺ ഇട്ട് പല്ല് വെക്കുന്നത് ശരിയല്ല. ഇപ്പോൾ പറയുകയാണ് ഞങ്ങളുടെ പേസ്റ്റിൽ കാർബൺ ചേർത്തിട്ടുണ്ട്, ഏറ്റവും നല്ലത് കാർബൺ ചേർത്ത ടൂത്ത് പേസ്റ്റാണ്. ഇതുപോലെ വലിയ തട്ടിപ്പാണ് ഈ മേഖലയിൽ നടക്കുന്നതുകൊണ്ട് വായയിൽ അണുനാശിനികളെന്നൊക്കെ പറഞ്ഞിട്ട് ടൂത്ത് പേസ്റ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്. നമ്മുടെ അഗ്നി ടൂത്ത് പൗഡർ തന്നെ ഉപയോഗിച്ച് എത്രയോ പേര് മോണരോഗങ്ങൾ വരെ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ പല്ലിന് പുളിപ്പൊക്കെ വന്നാൽ ഉപവാസം ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ പോലും ആ പുളിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി കുറച്ച് കഴിഞ്ഞാൽ പുളിപ്പ് മാറുന്നുണ്ട്. ഉടനടി ഓടി ഡെൻറ്റിസ്റ്റിനെ പോയി കാണണ്ട. പല്ലിളകി തുടങ്ങിയാൽ പതുക്കെ അമർത്തി പിടിക്കുക. ഒരു 10-20 പ്രാവശ്യം എണ്ണുന്നത് വരെ അമർത്തി പിടിക്കുക. ലേശം വേദന ഉണ്ടെങ്കിൽ സഹിക്കുക. ഏതാനും ദിവസം കഴിയുമ്പോൾ ആ പല്ല് ഉറച്ചോളും. ഒരു റോഡ് അപകടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പല്ല് ഊരി നിലത്തേക്ക് പോയി, പല്ല് പോയി. അപ്പം നമ്മളീ പറയണത് കേട്ടിട്ട് അവൻ ആ പല്ലെടുത്തിട്ട് ആ ദ്വാരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇറക്കി അമർത്തി കുറേ നേരം പിടിച്ചു. ആ പല്ലവിടെ ഇരുന്നു, ഉറച്ചു. ഒരു പല്ലിളകുന്നു എന്നൊക്കെ കരുതിയിട്ട് ഉടനെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പല്ലിളകുകയല്ലേ, പ്രതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉടനെ പോയിട്ട് പല്ലെടുപ്പിക്കുക ചെയ്യണ്ട, അത് അമർത്തി പിടിച്ച് നോക്കുക. പല്ലിന് ദ്വാരം വല്ലതും വീണാൽ അടപ്പിക്കുകയായിരിക്കും ഒരു നല്ലത്. അത് കോമ്പസിറ്റ് വെച്ച് അടക്കണം. പല്ലിൻ്റെ നിറത്തിലുള്ള സിമൻറ്റ്, വൈറ്റ് സിമൻറ്റ് എന്ന് പറയും. അതല്ല കുറച്ചും കൂടി ഉറപ്പാണ് സിൽവർ അമാൽഗം വെച്ചാലെന്നൊക്കെ പറഞ്ഞാൽ ചെയ്യിപ്പിക്കരുത്. ചെയ്താൽ നമ്മുടെ കഷ്ടകാലമായി. സിൽവർ അമാൽഗത്തിൽ പകുതിയും മെർക്കുറിയാണ്. അത് ദേഹം ആസകലം ചോരും, നിങ്ങളുടെ കാര്യം കഷ്ടമാവും. അതേപോലെ റൂട്ട് കനാൽ ചെയ്യിപ്പിക്കരുത്. പല്ല് സ്ക്രൂ വെച്ച് പിടിപ്പിക്കുന്ന ഇംപ്ലാന്റേഷനുണ്ട്, നല്ല സർജറിയാണ്, പക്ഷെ ചെയ്യിപ്പിക്കരുത്. ചെയ്താൽ കഷ്ടകാലമാണ്. ഒരു ഡെൻറ്റിസ്റ്റിനെ വല്ല നിവൃത്തിയുണ്ടെങ്കിൽ കാണരുത്. പല്ല് ക്ലീൻ ചെയ്യുക, വെളുപ്പിക്കുക ഒരിക്കലും ചെയ്യരുത്. പ്രകൃതി രീതിയിൽ തന്നെയുള്ള കെയർ കൊടുക്കുക. ഈ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കവിൾ കൊള്ളുന്നത് മോണയ്ക്കുണ്ടാകുന്ന, പല്ലിനുണ്ടാകുന്ന നിരവധി രോഗങ്ങൾക്ക് നല്ല പരിഹാരമാണ്. പിന്നെ പല്ലിന് തകരാറ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ വയറിന് തകരാറ് തുടങ്ങിയിരിക്കും. വയറിൻ്റെ തകരാറിൽ നിന്നാണ് പല്ലിൻ്റെ തകരാറുകൾ ഉത്ഭവിക്കുന്നത്. അപ്പോൾ വയറ്റിൻ്റെ തകരാറ് മുഴുവനും വയറ്റിലേക്ക് വീഴുന്നതിൻ്റെ തകരാറിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ തന്നെ അതിൻ്റെ കറക്ഷൻ നടത്തിയാൽ പല്ലിൻ്റെ തകരാറിലേക്ക് നമ്മൾ വീണ് പോവില്ല. പൊട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം അടയ്ക്കാൻ പറ്റും. കഷ്ണം ഉണ്ടെങ്കിൽ ഒട്ടിക്കാൻ പറ്റും. കഴിയുന്നതും അനക്കാതിരിക്കുക നല്ലത്. അവിടെ ഇരിക്കുമെങ്കിൽ അതുകൊണ്ട് പ്രയാസമില്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കാം. അത് സിറാമിക് ക്യാപ്പ് തന്നെയാവണം. ഇപ്പോൾ സിർക്കോണിയ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. ആ സിറാമിക് ക്യാപ്പ് ഇട്ടിട്ട് കൊണ്ടു കിടക്കാൻ നോക്കുക. കാരണം ആ പല്ലെടുത്ത് കളഞ്ഞാൽ ഒന്ന് ഇളക്കി നമ്മുടെ നാഡീ ഞരമ്പുകൾക്ക് കേടുപറ്റും, പലതും കട്ട് ചെയ്യേണ്ടി വരും. പിന്നെ മറ്റ് പല്ലുകൾ പതുക്കെ ഇളകാൻ തുടങ്ങും. ഇവിടെ ആ സപ്പോർട്ട് പോയി അവരുടെ മേളിലത്തെ പല്ലിന് താഴേക്ക് പോരാനുള്ള പ്രവണത കൂടും. താഴെ പല്ലില്ല. മറ്റത് ഈ പല്ല് മേലിലേക്ക് അമർത്തി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും നമ്മൾ പല്ലെടുക്കാതിരിക്കുക. അവിടെ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ സഹായം ക്യാപ്പിടാനായിട്ട് ഉപയോഗിക്കുക. അത് സ്റ്റീലിൻ്റെ ക്യാപ്പാവരുത്. ചിലരുടെ പല്ല് പുറത്ത് സിറാമിക്, അകത്ത് സ്റ്റീലും ആയിരിക്കും. അങ്ങനെയുള്ള ഒന്നും ചെയ്യരുത്. നമ്മുടെ വായയിൽ ഇരുമ്പോ ലോഹങ്ങളോ കയറ്റി പിടിച്ചാൽ വായയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റർബ്ഡ് ആകും. മാനസിക രോഗം വരെ വരാം. ഇപ്പോൾ കൊച്ചു പിള്ളേർക്കെല്ലാം സ്റ്റീലിൻ്റെ
ബ്രേസ്ലെറ്റ് ഇടുന്നുണ്ട്. മാനസിക രോഗം, ഡിപ്രഷൻ വന്നിട്ട് പല കുട്ടികളെ നമ്മളെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസം വരും. ഈ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്.